പ്രധാനപ്പെട്ട ഒരു കാര്യം, പേടിച്ചിട്ട് ആരെങ്കിലും ഹിജാബ് അഴിച്ചു വെക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് ഒരു പൂവൻകോഴിൻ്റെ കഥയാണ്. പണ്ടൊരാൾക്കൊരു പൂവൻകോഴി ഉണ്ടായിരുന്നു. എന്നും സ്വബീ ബാങ്ക് കൊടുക്കും ആ പൂവൻകോഴി. അപ്പോൾ ഒരു ദിവസം ഇയാൾ കൂട് തുറന്നിട്ട് പൂവൻകോഴിൻ്റെ കഴുത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നാളെ മുതൽ നീ എന്ത് ചെയ്യാൻ പാടില്ല, നീ ബാങ്ക് കൊടുക്കാൻ പാടില്ല, നാളെ മുതൽ നീ ബാങ്ക് കൊടുക്കാൻ പാടില്ല. പൂവൻകോഴി ആകെ പേടിച്ചു, ബാങ്ക് നിർത്തി. പിറ്റേ ദിവസം ഇയാൾ കൂട് തുറന്നിട്ട് പറഞ്ഞു, നാളെ മുതൽ നീ പടക്കോഴികൾ ഒച്ചാക്കുന്ന പോലെ ഒച്ചാക്കണം. ബാങ്ക് നിർത്തി, നാളെ മുതൽ നീ പടക്കോഴികൾ ഒച്ചാക്കുന്ന പോലെ ഒച്ചാക്കണം എന്നാണ്. പൂവൻകോഴി പേടിച്ചു, അതും ചെയ്തു. പിറ്റേ ദിവസം അയാൾ വന്നു, വീണ്ടും പൂവൻകോഴിൻ്റെ കഴുത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നാളെ മുതൽ നീ പടക്കോഴികൾ മുട്ടിടുന്ന പോലെ മുട്ടിടണം. അപ്പോൾ പൂവൻകോഴിക്ക് മനസ്സിലായി, എൻ്റെ കാര്യം തീരുമാനമായി. ഇയാളുടെ പ്രശ്നം എൻ്റെ ബാങ്ക് വിളിയല്ല, ഞാൻ ബാങ്ക് കൊടുക്കുന്നല്ല ഇയാൾക്ക് പ്രശ്നം, ഇയാൾക്ക് എന്നെ അറക്കണം, കഴിക്കണം, അതാണ് ഇയാളുടെ പ്രശ്നം. അതിനൊരു കാരണം അയാൾക്ക് ഉണ്ടാക്കണം. അവസാനം പൂവൻകോഴിക്ക് എന്തായാലും മുട്ടിടാൻ കഴിയില്ലല്ലോ. പൂവൻകോഴി അപ്പം ഇങ്ങനെ സങ്കടപ്പെട്ടു എന്നാണ്, പടച്ചോനെ ബാങ്ക് കൊടുത്തിട്ട് അന്തസ്സായി നല്ലൊരു പൂവൻകോഴിയായി മരിച്ചാൽ മതിയായിരുന്നു. ഇത് ബാങ്കും നിർത്തി പടക്കോഴിനെ പോലെ ഒച്ചയുണ്ടാക്കി അവസാനം പടക്കോഴിയായി മാറും ചെയ്ത്, എന്നിട്ടിപ്പോൾ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ മരിക്കാൻ. ഇത് മുസ്ലിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അവർക്ക് പ്രശ്നം നിങ്ങളുടെ ഹിജാബല്ല, ഫാസിസ്റ്റുകൾക്ക് പ്രശ്നം നിങ്ങളുടെ താടിയല്ല, നിങ്ങളുടെ നമസ്കാരമല്ല, നിങ്ങളുടെ സ്വത്വമാണ്. ആ സ്വത്വം നിങ്ങൾക്ക് ഒരിക്കലും മാറ്റിവെക്കാൻ കഴിയില്ല. ഫാത്തിമ അശ്വതി എന്ന് പേരിട്ടാൽ ആ സ്വത്വം മാറില്ല. അലി അക്ബർ രാമസിംഹൻ എന്ന് പേരിട്ടാൽ ആ സ്വത്വം മാറില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ എങ്ങനെ പേരിട്ടാലും, എത്ര അമ്പലത്തിൽ പോയി നിങ്ങൾ തൊഴുതാലും, ആണും പെണ്ണും കെട്ട അവസ്ഥയിലേക്ക് നിങ്ങൾ അധപ്പതിച്ചാലും, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ അവർ കാണുന്ന കണ്ണൊരിക്കലും മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് അന്തസ്സുള്ള മുഅ്മിനായി ജീവിക്കുക, വിശ്വാസം ആരുടെ മുന്നിലും അടിയറവ് വെക്കാതിരിക്കുക. മുസ്ലിമിന് രണ്ട് ഓപ്ഷനേ ഉള്ളൂ, ഒന്നിക്കിൽ മുസ്ലിമായി ജീവിക്കുക, അല്ലെങ്കിൽ മുസ്ലിമായി മരിക്കുക. അങ്ങനെ ഒരു ഉറച്ച തീരുമാനം നമ്മൾ എടുക്കണം. ആരെയും ഭയപ്പെടേണ്ടതില്ല. പേടിച്ചിട്ട് ഹിജാബ് ഊരി വച്ചാൽ, പേടിച്ചിട്ട് താടി പഠിച്ചാൽ, പേടിച്ചിട്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ ആദർശങ്ങൾ നാം ഒളിപ്പിച്ചു വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, അവരതുകൊണ്ട് സമാധാനമടയാൻ പോകുന്നില്ല. നിങ്ങളെ സഹായിക്കേണ്ടത് റബ്ബാണ്, നമ്മെ സഹായിക്കേണ്ടത് റബ്ബാണ്. ലോകമാര് ഭരിച്ചാലും, രാജ്യമാര് ഭരിച്ചാലും, ആരൊക്കെ നിയമനിർമ്മാണങ്ങൾ നടത്തിയാലും, ആരൊക്കെ നീതിപീഠങ്ങളിൽ കയറിയിരുന്നാലും, ആ നീതിപീഠത്തിന്റെ, ആ ഭരണകൂടങ്ങളുടെ, ആ സൈന്യാധിപന്മാരുടെ ഹൃദയങ്ങൾ മുഴുവൻ അല്ലാഹുവിന്റെ വിരലുകൾക്കിടയിലാണ്. അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് ചലിക്കും, അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് ചിന്തിക്കും, അവനുദ്ദേശിക്കുന്ന രീതിയിൽ അത് സഞ്ചരിക്കുകയും ചെയ്യും, യാതൊരു സംശയവുമില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, ഇൻ കുൻതും ആമൻതും ബില്ലാഹി ഫഅലൈഹി തവക്കലൂ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണോ, അല്ലാഹുവിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുക, പടച്ചറപ്പിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുക. അന്തസ്സുള്ള മുഅ്മിനുകളായി ജീവിക്കുക, പ്രിയപ്പെട്ടവരെ, അന്തസ്സുള്ള വിശ്വാസികളായി ജീവിക്കുക. സ്വന്തം സ്വത്വത്തിൽ അഭിമാനം കൊള്ളുക, അതാരുടെ മുന്നിലും പണയം വെക്കാതിരിക്കുക.